ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും മിൻഡോ ചേർന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കാർലിങ്കിലാണുള്ളത്. കാർലിങ്കിൽ ഞങ്ങളിൽ മാരുതിയുടെ ലക്ഷറിയുടെ അവസാന വാക്കെന്ന് പറയാവുന്ന സിയാസിൻ്റെ രണ്ട് വാഹനങ്ങളാണ് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. രണ്ടും പെട്രോൾ വാഹനങ്ങളാണ്. ഒരെണ്ണം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നത്, ഒന്ന് മാനുവൽ ഗിയർ ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വാഹനങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളാണ് എനിക്കിന്ന് പരിചയപ്പെടുത്താനുള്ളത്. ഇത് 2018 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് 2017 വരുന്നതാണ്. ഇതിൽ രണ്ടിലും വ്യത്യാസങ്ങളുണ്ട് ചെറിയ. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന 2017 മോഡൽ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഫുൾ ഓപ്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 16 ഇഞ്ച് അലോയ് വീല്, ടച്ച് സ്റ്റീരിയോ, അതുപോലെ തന്നെ കമ്പനി ലെതർ സീറ്റ്സ്, പുഷ് സ്റ്റാർട്ട് ബട്ടൺ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും, എയർ ബാഗ്, ABS തുടങ്ങിയ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലാണ് വരുന്നത്. ഈ വാഹനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വാഹനത്തിൽ നമ്മൾ അഡീഷണലി CNG ആഡ് ചെയ്തിട്ടുണ്ട്. CNG ആഡ് ചെയ്തതിന് ഏകദേശം 58,000 രൂപ എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. 3 വർഷം വാറണ്ടിയുള്ള CNG കിറ്റാണ്. CNG ഈ വാഹനത്തിന് ഏകദേശം 20+ മൈലേജ് CNGയിൽ കിട്ടുന്നുണ്ട്. 12 ലിറ്ററിൻ്റെ CNG ടാങ്കാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. നല്ല കണ്ടീഷനുള്ള വാഹനമാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വണ്ടി ഓൾ ഓവർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെയാണ്. നല്ല ഹെവി ക്വാളിറ്റിയാണ്. വേറെ മേജർ ആക്സിഡൻസോ ഒന്നും പറ്റിയിട്ടില്ല. നല്ല കണ്ടീഷനുള്ള വാഹനം. ഇന്റീരിയറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഒറിജിനൽ ലെതർ സീറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, ടച്ച്, പിന്നെ ക്ലൈമറ്റോണിക് AC, പുഷ് സ്റ്റാർട്ട് ബട്ടൺ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണ്. ബാക്ക് നിങ്ങൾ ഈ സിയാസ് യാത്ര ചെയ്താണെങ്കിൽ അറിയായിരിക്കും, ബാക്ക് സീറ്റൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റ്സൊക്കെയാണ് ബാക്കിലും വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സീറ്റിലും AC വെന്റ് വരുന്നുണ്ട്. മാരുതിയുടെ ഒരു ലക്ഷറി വാഹനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് സിയാസ് എന്ന് പറയുന്നത്. ഏകദേശം പെട്രോളിൽ ഒരു 12 മൈലേജും അതുപോലെ തന്നെ CNGയിൽ 20+ മൈലേജും ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വാഹനം പരിചയപ്പെടാം. ഇത് വന്നിട്ട് 2018 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇതിന് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്നത്. ഇതിനകത്തും അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ് സ്റ്റാർട്ട് ബട്ടണും തുടങ്ങിയ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ്, എല്ലാ ABS എല്ലാം വരുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് 15 ഇഞ്ച് അലോയ്സ് ആണ്. ആൽഫയിൽ വരുമ്പോൾ അത് 16 ഇഞ്ച് ആവും. അങ്ങനത്തെ ചെറിയ വ്യത്യാസം. അതുപോലെ തന്നെ സ്റ്റീരിയോയിൽ വരുന്നത് ഇത് ഡിസ്പ്ലേ വരാത്ത സ്റ്റീരിയോ, നോർമൽ മ്യൂസിക് ഓഡിയോ സ്റ്റീരിയോ ആണ് വരുന്നത്. അത് അങ്ങനെ ചെറിയ 1-2 വ്യത്യാസങ്ങൾ മാത്രമേ ഈ വാഹനത്തിൽ തമ്മിലുള്ളൂ. ഈ വാഹനം ഏകദേശം ഈ രണ്ട് വാഹനങ്ങളും ഏകദേശം 80,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കണ്ടീഷനുള്ള വാഹനമാണ്. ഈ പെട്രോൾ മാനുവൽ വാഹനത്തിന് ഏകദേശം 15-ന് പുറത്ത് മൈലേജ് ലഭിക്കുന്നുണ്ട്. 15-17 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ലെതർ സീറ്റ്സ് ഒക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ ഹെവി ക്വാളിറ്റിയിൽ വരുന്നതാണ്. നല്ല നീറ്റായിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പുതിയ ലെതർ സീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വൃത്തിയായി നല്ല ഇന്റീരിയറൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അധികം ഓടി വലഞ്ഞ വണ്ടി അല്ല എന്ന് നമുക്ക് പറയാം. അത്രയ്ക്കും ക്വാളിറ്റിയുള്ള വാഹനമാണ്. സെയിം തന്നെയാണ് ബാക്ക് സീറ്റിലോട്ട് പോകുമ്പോഴുള്ള കണ്ടീഷനിലും. ബാക്ക് സീറ്റിലും സെയിം AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ലെഗ് സ്പേസ് ഉള്ളൊരു വാഹനമാണ് സിയാസ്. അപ്പോൾ ഇതിൻ്റെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പ്രൈസാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ 2017 ഓട്ടോമാറ്റിക് വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 6,60,000 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ 18 മോഡലിൽ മാനുവൽ വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 6,70,000 രൂപയാണ്. ഈ രണ്ട് വാഹനവും നമുക്ക് കാർലിങ്കിൽ അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരാണെങ്കിൽ പറയണം വീഡിയോയിൽ. അപ്പോൾ പ്രൈസ് നമ്മൾ ഷോറൂമിൽ നോർമൽ ചെറിയ വ്യത്യാസം വന്നായിരിക്കും ചോദിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ ഏകദേശം റേറ്റ് കുറച്ചായിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലാണെന്ന് പ്രത്യേകിച്ച് പറയണം. വീഡിയോയിൽ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ വാഹനം ഇവിടെ അവൈലബിൾ ആണ്. ഈ രണ്ട് വാഹനത്തിന് നമുക്ക് 90% ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റും. നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് തന്നെ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. വണ്ടി രണ്ടും വേറെ 0 ആക്സിഡന്റ് ഉള്ള വരുന്ന വണ്ടിയാണ്. നല്ല കണ്ടീഷനിലുള്ള രണ്ട് വാഹനങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഗുഡ് ബൈ.